ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. മുന്തിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്ന്? അതെ, മുന്തിരി വൈൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ മുന്തിരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. ഞാൻ സാധാരണ ജ്യൂസ് മുന്തിരിയിലാണ് വൈൻ ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഞാൻ ജ്യൂസ് മുന്തിരി എടുക്കുന്നത് മാത്രം. മറ്റേ മുന്തിരിയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ മുന്തിരി കൊലക്കൊലയായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ അല്ലികളായിട്ട് കഴുകി കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഉപ്പും വിനാഗിരി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലത്തെ വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഒപ്പിയെടുക്കുക. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ടിഷ്യൂ എടുക്കുക, എന്നിട്ട് നമ്മളെ മുന്തിരിയുടെ മുകളിലൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. ഞാനിപ്പോൾ തലേ ദിവസം വൈകുന്നേരം ആയപ്പോൾ കഴുകിയിട്ട് അങ്ങനെ വാർക്കാൻ വെച്ചിട്ടുള്ള മുന്തിരി ആയിരുന്നു. അപ്പോൾ കാലത്തെ ആയപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുത്തപ്പോൾ അതിലുള്ള കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം അതും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇടിക്കൽ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ ചതച്ചെടുക്കാം. ഈ ഒരു മുന്തിരി വൈൻ 7 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ മുന്തിരി വൈൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് 7 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ വൈൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. അപ്പോൾ ഈ മുന്തിരി നല്ല പോലെ ഇടിക്കൽ വെച്ചിട്ട് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി എല്ലാതും ഇടിക്കൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വൈൻ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഭരണിയാണ്. ഭരണി എന്ന് പറയുമ്പോൾ നല്ല പോലെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഭരണിയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഭരണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കണം കേട്ടോ. അഥവാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് തുടച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടിക്കൽ വെച്ച് ചതച്ച് വെച്ചിട്ടില്ലേ ആ മുന്തിരി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ മുന്തിരി ഇട്ട് വെച്ചിട്ടാണല്ലോ ഒരു ബേസൻ, അതും അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു കയ്യിൽ വെച്ചിട്ടാണ് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കയ്യിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരിയുടെ കുറച്ച് ഭാഗം ഞാൻ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുന്തിരിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ ഇപ്പോൾ ഞാൻ എല്ലാ മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല, ഗ്രാമ്പ് മാത്രം ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ മുന്തിരിയുടെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതിലേക്ക് ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്തിരി ഇടിക്കൽ വെച്ചിട്ട് ഉടച്ചു കൊടുത്തില്ലേ, ആ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് മുന്തിരിയിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം ഒഴിക്കണതാണ്. അപ്പോൾ ആ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഇതുപോലെ ആ ഭരണിയുടെ വായൊക്കെ ഒന്ന് ഇതുപോലെ തുടയ്ക്കുക. നമ്മൾ വൈനൊക്കെ ഇടാനായിട്ട് ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ ഭരണി, അല്ലെങ്കിൽ പിന്നെ ഗ്ലാസിൻ്റെ ഭരണി പോലത്തേക്ക് ഉണ്ടാവില്ലേ, അതിലൊക്കെ ഇടാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതിൻ്റെ വായ്ഭാഗമൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് അത് അടച്ച് വെക്കുകയാണ്. ഈ അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും തുണി ഇട്ട് കൊടുത്തിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. 7 ദിവസം കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണി വെക്കേണ്ടത് സൂര്യപ്രകാശം ഏൽക്കാത്ത ഏതെങ്കിലും ഇരുട്ടുള്ള ഭാഗത്ത് നോക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനിത് 7 ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ വൈൻ വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബെർണയിൽ നിന്ന് ഈ മുന്തിരി വൈൻ ഒഴിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ മുന്തിരി വൈൻ ഒഴിക്കുന്നതിന് മുന്നേ ഈ പാത്രത്തിൽ തുണി വെച്ചിട്ടില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പിഴിയാൻ വേണ്ടിയിട്ട് ആ കെട്ടഴിച്ചിട്ട് പതുക്കെ ഓരോ സൈഡിൽ നിന്ന് തുണി പിടിച്ച് നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മുന്തിരി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. 7 ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ് കേട്ടോ. അതുപോലെ ഇതെല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വൈനാണ്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. ഇതുവരെ വൈൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വൈൻ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.